തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ്. ബി.ജെ.പി. പ്രവർത്തകർ വലിയ സ്വീകരണമാണ് നൽകുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പത്മജ വേണുഗോപാൽ ഡൽഹിയിൽ നിന്നും ബി.ജെ.പി. അംഗത്വം സ്വീകരിച്ച ശേഷം തിരുവനന്തപുരത്തേക്ക് തിരിച്ചെത്തിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് വിമാനത്താവളത്തിന് പുറത്തു നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അല്പസമയത്തിനകം പത്മജ വേണുഗോപാൽ മാധ്യമങ്ങളോട് പ്രതികരിക്കും. എന്തായാലും വിമാനത്താവളത്തിൽ പ്രതികരണമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പത്മജയ്ക്കൊപ്പമുണ്ട്. കേരളത്തിന് ചുമതലയുള്ള ബി.ജെ.പി. ജനറൽ സെക്രട്ടറി പ്രകാശ് ജാവദേക്കറിൽ നിന്ന് കഴിഞ്ഞ ദിവസമാണ് ബി.ജെ.പി. അംഗത്വം പത്മജ വേണുഗോപാൽ സ്വീകരിച്ചത്. അതിനുശേഷം ഡൽഹിയിൽ നിന്നും മടങ്ങിയെത്തി. ഇപ്പോൾ വലിയ സ്വീകരണമാണ് ബി.ജെ.പി. പ്രവർത്തകർ പത്മജ വേണുഗോപാലിന് നൽകിയിരിക്കുന്നത്. വലിയ പ്രവർത്തകരുടെ വലിയ കൂട്ടം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനൊപ്പം പത്മജ അവിടെ നിന്നും മടങ്ങുന്ന കാഴ്ച നമ്മൾ കാണുന്നു. എന്തായാലും ഇന്ന് മാധ്യമങ്ങളെ കാണുന്നുണ്ട് പത്മജ വേണുഗോപാൽ എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പ്രതികരണം ഉണ്ടായില്ല. നിരവധി സൈബർ ആക്രമണങ്ങൾ, ഒപ്പം കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് വരെ പല രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. അതിനെല്ലാം ഒരു മറുപടി പത്മജയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. തുടർച്ചയായ അവഗണനയിൽ മനംനൊന്താണ് കോൺഗ്രസ് വിടുന്നത് എന്നാണ് പത്മജ വേണുഗോപാൽ പറഞ്ഞത്. പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിലേക്ക് എന്നുള്ള വാർത്ത ആദ്യം പുറത്തുവിട്ടത് ന്യൂസ് 18 ഉപാധികളൊന്നുമില്ലാതെയാണ് താൻ പോകുന്നത്. ഇപ്പോൾ പി. മുരളീധരൻ മാധ്യമങ്ങളെ who is unable to give pension, if he criticizes it shows that the state government has no capability to run the affairs of the state. Sir, CM has indirectly also said that Congress's people are not staying in the party and Congress is very insecure about it. See, Communist Party has been limited to a state party in Kerala.
the party which ruled Bengal for 30 years. They don't have MLAs there. In Tripura, they have ruled for more than a quarter century. They have hardly a couple of MLAs. So such a party criticizing BJP, I don't understand what is the rationale behind that. Sir, the Chief Minister yesterday while speaking has said that you are not sure whether today's Congress leaders will be with the Congress today and they will go to No, BJP. Congress and CPM leaders all will join BJP. CPM leaders also will join. This is only phase 1. There will be a phase 2. ബിജെപി പ്രവേശനം പാർട്ടിക്ക് എന്ത് ഗുണം കെ മുരളീധരനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാലോ. കെ മുരളീധരൻ 2005 ഏത് പാർട്ടിയിലായിരുന്നു, 2006 ഏത് പാർട്ടിയിലായിരുന്നു, 2009 ഏത് പാർട്ടിയിലായിരുന്നു. 5 or 6 തവണ കെ മുരളീധരൻ പാർട്ടി മാറിയിട്ടുണ്ട്. കൊടുവള്ളിയിൽ തോറ്റിട്ടുണ്ട്, വടക്കാഞ്ചേരിയിൽ തോറ്റിട്ടുണ്ട്, വയനാട്ടിൽ 3ാം സ്ഥാനത്തായിട്ടുണ്ട്. അപ്പൊ കെ മുരളീധരൻ ഇന്ന് പറയുന്നതിൽ വളരെ ഗൌരവത്തിൽ കാണേണ്ട ആവശ്യമില്ല. നാളെ കെ മുരളീധരൻ ആ സമയത്ത് പറയേണ്ടത് പറയും. അല്ല, എ കെ ആന്റണിയുടെയും കെ കരുണാകരന്റെയും മാധവറാവു സിന്ധ്യയുടെയും ജിതേന്ദ്ര പ്രസാദിന്റെയും ഉൾപ്പെടെ കോൺഗ്രസിന്റെ തലമൂത്ത നേതാക്കന്മാരുടെ മക്കൾ ആ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് BJPയിലേക്ക് വരുന്നുണ്ടെങ്കിൽ കോൺഗ്രസിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയുന്ന ആളുകളാണ് ഇവരെല്ലാവരും. കോൺഗ്രസിൽ ജനിച്ചു വളർന്ന് ആ കോൺഗ്രസ് കുടുംബത്തിന്റെ ഭാഗമായിരുന്ന ആളുകൾ. അങ്ങനെയുള്ള ആളുകൾ കോൺഗ്രസിന്റെ അഴിമതിയിൽ, കോൺഗ്രസിലെ തൊഴുത്തിൽ കുത്തിൽ മനം മടുത്തു വരുന്നുണ്ടെങ്കിൽ 2 കാരണങ്ങളെ അതിനുള്ളൂ. ഒന്ന്, നരേന്ദ്രമോദി എന്നുള്ള നേതാവിന്റെ നേതൃത്വത്തിലാണ് ഭാവി ഇന്ത്യ മുന്നോട്ട് പോകാൻ പോകുന്നത്. 2, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇനിയും തുടരുന്നത് ആത്മഹത്യാപരമാണ്. ഈ 2 കാരണങ്ങൾ. പാർട്ടിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയാണ് സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കുന്നത്. കരുണാകരന്റെ ആത്മാവിനെ വഞ്ചിച്ചു എന്നൊരു ക്യാമ്പയിനാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന്. ജീവിച്ചിരിക്കുന്ന നേതാക്കന്മാരുടെ മക്കൾ രാജിവെച്ച് ചേർന്നില്ലേ, പിന്നെ ആത്മാവിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. വി മുരളീധരൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് BJP എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ BJP ആസ്ഥാനത്ത് നിന്നും BV അരുൺ നമുക്കൊപ്പം ചേരുന്നു. അരുൺ, എന്തായാലും പത്മജ വേണുഗോപാൽ തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തുന്നു. അതിന് പിന്നാലെയുള്ള വി മുരളീധരന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. വലിയ ആത്മവിശ്വാസം ആ വാക്കുകളിൽ നിഴലിക്കുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും BJP നേതാക്കൾ നേരത്തെയും പറയുന്നതാണ്, പ്രധാനപ്പെട്ട നേതാക്കൾ ഇരു മുന്നണിയിൽ നിന്നും BJPയിലേക്ക് വരുമെന്ന്. അത് ഇപ്പോഴാണ് ആ രീതിയിൽ യാഥാർത്ഥ്യമാകുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെയും ചില നേതാക്കൾ, അൽഫോൺസ് കണ്ണന്താനം ഇടത് MLA ആയിരുന്ന അൽഫോൺസ് കണ്ണന്താനം ഉൾപ്പെടെയുള്ളവർ BJPയിൽ വന്നെങ്കിലും ഇത്രയധികം പ്രാധാന്യം കിട്ടുന്ന, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിന്റെ മകൾ, അവരും അത് ACC അംഗം കൂടിയായ, കോൺഗ്രസിന്റെ രാഷ്ട്രീയ സമിതി അംഗം കൂടിയായ പത്മജ വേണുഗോപാൽ BJPയിലേക്ക് വന്ന വലിയ ഒരു ഊർജ്ജമാണ് BJP ഉണ്ടാക്കി. BJP ആസ്ഥാനത്തേക്ക് എത്തും. അവിടെ നിന്ന് വിവരങ്ങളാണ് VV അരുൺ നൽകിക്കൊണ്ടിരുന്ന. അവിടെ വാർത്താ സമ്മേളനമുണ്ട്. മാധ്യമങ്ങളെ കാണും പത്മജ വേണുഗോപാൽ. പല കാര്യങ്ങൾക്കുമുള്ള മറുപടി പത്മജയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ.